ഹലോ ഡിയർ ഫ്രണ്ട്സ്, കുറേ നാളുകളായി ഞാൻ എൻ്റെ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് തിരക്ക് കാരണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കയറി എൻ്റെ ലോങ് വീഡിയോസൊക്കെ ഇനി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാനിത് മെയ് മാസത്തിലൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോസാണ്. അതായത് ബുഗൈൻവില്ലയൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ മെയ് മാസം. നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയമാണ് സമ്മർ സീസൺ. അപ്പോൾ ഇത് നല്ല വൈറ്റ് കളറുള്ള ഒരു ബൊഗെയിൻവില്ലയാണ്. വൈറ്റ് തന്നെ എൻ്റെ കയ്യിൽ കുറേ പോട്ടിലുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കിളിർത്ത് വന്നതാണ്. നമ്മുടെ ഈ ഹൈബ്രിഡ് വെറൈറ്റിയായ ചില്ലി റെഡ് ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ കട്ട് ചെയ്താൽ ഒരു 10 കമ്പൊക്കെ കൊത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു 5 കമ്പൊക്കെ ശരിയായിട്ട് മുളച്ചൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈ സമയത്തൊക്കെ കമ്പൊക്കെ കുത്തി വെച്ച് നോക്കുക. ഇളം കമ്പ് മാത്രം മതി കുത്തി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ നന്നായി കിളിർത്തൊക്കെ വരും. പിന്നെ അതിന് ശേഷം നമ്മൾ നവംബർ സമയങ്ങളിൽ ഈ നമ്മുടെ ബൊഗെയിൻവില്ലയുണ്ടല്ലോ, അത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് അതിൽ മണ്ണിൽ നന്നായിട്ട് വളങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇത് നല്ല ഒരു വയലറ്റ് കളറ് ബൊഗെയിൻവില്ലയാണ്. ഇത് ഞാൻ കുത്തി വെച്ചിട്ടൊക്കെ ഉണ്ടായതാണ്. ഇതൊരു പോട്ടിൽ മാത്രമേ ഉണ്ടായുള്ളൂ. കുഞ്ഞൊരു കമ്പ് കുത്തി വെച്ച് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. നല്ല ഭംഗിയാണിത്. എല്ലുപൊടി, ചാണകപ്പൊടി, DAP, പിന്നെ NPK, ഇത്രമാത്രം വളങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഒരു സമയത്ത് കൊടുക്കണ്ട, ഒരു 15 ദിവസം കൂടുമ്പോൾ, അതായത് നവംബറിൽ കട്ടിങ് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളങ്ങളിട്ട് കൊടുക്കുക. NPK കട്ട് ചെയ്തതിന് ശേഷം NPK ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞൊരു 10 ദിവസമോ 15 ദിവസമോ കഴിയുമ്പോഴേ നമുക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു മാസം ഇതിന് നന്നായി കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ തൊട്ട് നമുക്ക് ഇതുപോലെ പൂക്കളുണ്ടാവും. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാണ്. വൈറ്റിൻ്റെ ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഇതിലും കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു സൈഡിലുള്ള ബൊഗെയിൻവില്ലയും മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയാണ്. മെയ് മാസമാണ് നന്നായിട്ട് പൂക്കൾ. ഏപ്രിൽ മെയ് മാസം നല്ല വെയിലൊക്കെ, കത്തി നിൽക്കുന്ന വെയിലാണ് ബൊഗെയിൻവില്ലയ്ക്ക് ഇഷ്ടം. അതുപോലെ ഡെയിലി വെള്ളവും നനയ്ക്കണം. ഡെയിലി വെള്ളം നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് പൂക്കളൊക്കെ ബാധിക്കും. പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഇത് നമ്മുടെ ചൈന ഡോള് ഫൈക്കസ്. ഇത് ചെമ്പരത്തി പോലുള്ള ഒരു ചെടിയാണ്. ഇത് തൽക്കാലം ഞാൻ പോട്ടിൽ വെച്ചതാണ്, മണ്ണിലൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഇത് നമ്മുടെ ചൈനീസ് ബൾസം. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പൂക്കൾക്കൊക്കെ ഇപ്പോൾ ചൈനീസ് ബൾസൊക്കെ കട്ട് ചെയ്ത് നട്ടിട്ടുണ്ട്. ഈ മഴ സമയത്ത് നല്ല ഹെൽത്തിയായി വളർന്നു വരുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ. എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാകും. മഴയാണ് വെയിലാണ് എന്നൊന്നുമില്ല. ഈ വെള്ള റോസ്, പിന്നെ ഒരു പിങ്ക് റോസ്. ഇത് 3 റോസും, 3 ഒരു 5-6 തരം റോസ് ഞാൻ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. യൂട്യൂബിൽ അവരുടെ ചാനലൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. സെയിലൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് അവരെ അയച്ചു തരുന്നത്. അപ്പോൾ ബൊഗെയിൻവില്ല ഇതുവരെ ഇല്ലാത്തവരൊക്കെ ഇനിയിപ്പോൾ ഡിസംബർ നവംബറിലൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ സെയിലൊക്കെ ഉണ്ടാവും. ആ സമയത്ത് വാങ്ങി വയ്ക്കുക. ഇപ്പോൾ മഴ സമയത്ത് ഇനി ബൊഗെയിൻവില്ല ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കമ്പൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലതൊക്കെ മുളച്ച് കിട്ടും. ഇത് കണ്ടോ, ഇത് നല്ലൊരു ഭംഗി, അതായത് ബഞ്ചായി നിൽക്കുന്ന നല്ലൊരു പിങ്ക്, ഡാർക്ക് പിങ്ക് കളറുള്ള നമ്മുടെ റോസ് പോലത്തെ ഫ്ലവറുള്ളൊരു ബൊഗെയിൻവില്ലയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണുവാൻ. അധികം മുള്ളുകളൊന്നും ഇതിനില്ല കേട്ടോ. ഇതൊരു ഭംഗിയാണ്. ഇത് ഞാൻ ഏപ്രിൽ മെയ് മാസത്തിൽ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെയുള്ള സമയത്തെടുത്ത ഒരു വീഡിയോസാണിത്. പിന്നെ ഇത് ഈ വൈറ്റ് ഫ്ലവർ കണ്ടോ, ഇത് ഞാൻ കട്ട് ചെയ്ത് കൊത്തി വെച്ചതാണ് കേട്ടോ. അതുപോലെ ചില്ലി റെഡ്, രണ്ടൊരു പോട്ടിൽ തന്നെ അങ്ങനെ കൊത്തി വെച്ച്, വൈറ്റും റെഡും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. പൂവൊക്കെ നിറയെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ചില്ലി റെഡ് ഞാൻ കട്ട് ചെയ്ത് തന്നെ വെച്ചതാണ്, അങ്ങനെ ആയി വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായി ചില്ലി റെഡും വൈറ്റും പോട്ടിലിങ്ങനെ കാണുവാൻ. പിന്നെ ഇത് വേറെ ഒരു തരം, അതായത് പകുതി മാത്രം ഓപ്പൺ ആവുന്ന ഫ്ലവറുള്ള ഒരു പൂ. ഫുള്ളായിട്ടങ്ങ് വിരിയില്ല. എല്ലാം കാണാൻ വേറെ വേറെ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മുടെ സിംഗപ്പൂർ മുല്ല, അതായത് 365 ഡേയ്സ് ഇതിന് പൂക്കളൊക്കെ ഉണ്ടാകും. നല്ല ഭംഗിയാണ്. പച്ച ലീഫ്, വൈറ്റ് പൂക്കൾ, എപ്പോഴും പൂക്കളുണ്ടാകും. ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട. ഒരു 2-3 മാസം ഒക്കെ കൂടുമ്പോഴേ നമ്മൾ ഇച്ചിരി എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് അതിൻ്റെ സിംഗപ്പൂർ മുല്ലയുടെ
പൂക്കൾ. മണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ തെച്ചിപ്പൂ, അതായത് വൈറ്റ് കളർ തെച്ച്, സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. തെച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മാസം വരെ പൂക്കൾ ഇങ്ങനെ നിൽക്കും. ഇതിന് ഞാൻ എല്ലുപൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ റെഡ് തെച്ച്, ഇത് എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് മഴ സമയത്തെങ്ങാനും കുറച്ച് പൂക്കളൊക്കെ കുറഞ്ഞെങ്കിലായി. ഇത് നമ്മുടെ ഗോൾഡൻ ഡാലിയ, എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ ഗോൾഡൻ ഡാലിയ. ഇതും ഒരു 10-12 ദിവസമൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ചെയ്യും. ഇതിനധികം വെയിലേ വേണ്ട, ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഫ്ലവറിങ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിയൊരു ഓറഞ്ച് കളർ റോസാണ്. ഒരു കൊലയിൽ തന്നെ എത്രയോ പൂക്കളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ ലേറ്റായി പോയി കേട്ടോ, അതും പൂക്കളൊക്കെ ഇങ്ങനെ ഇണങ്ങി നിൽക്കും. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.